യുക്രൈൻ യുദ്ധത്തിലെ വെടിനിർത്തൽ കരാറിൽ നിബന്ധനകളുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പരോക്ഷമായി വെടിനിർത്തൽ കരാർ പുടിൻ തള്ളുന്നുവെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പുടിൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് അറിയുന്ന ഈ അവസരത്തിൽ ഈ യുക്രൈൻ യുദ്ധത്തിന്റെ പരിസമാപ്തി എങ്ങനെയായിരിക്കുമെന്നറിയാൻ പി ജെയിംസ് ചേർന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസിന് കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സാണ്, തൊലിക്ക് മാത്രമേ കടുപ്പമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അല്ല, എന്റെ മനസ്സ് വളരെ കുട്ടികളുടേതാണ്. എന്തൊരു നൈർമല്യം അല്ലേ. നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൊണ്ടാണ് അവർ തെറ്റിദ്ധരിച്ചത്. ഞാൻ നടനാണെന്ന് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലല്ലാതെ എസ്കെനാണ് ഒരു പക്ഷേ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കിട്ടും, പുരസ്കാരം അല്ലേ. ഞാനിപ്പോ ഞാൻ രാവിലെ ലീഡറെ അനുകരിച്ചല്ലോ. അല്ലെ, എസ്കെനെ ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ചെയ്യുന്ന പോലെ യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് മാറി നേരിട്ട് വരുമ്പോഴേ വേറൊരു പരകായ പ്രവേശം അല്ല. എന്നോട് അതിനിടയ്ക്കുണ്ടല്ലോ നമ്മുടെ ഈ പ്രൊഡക്ഷൻ കൺട്രോളിലൊക്കെ ഇരിക്കുന്ന ഈ സനൂപിനെ പോലെ വിപ്ലവകാരികളുണ്ടല്ലോ, അവര് പറഞ്ഞു നാർക്കോട്ടിക്സ് ഡേർട്ടി ബിസിനസ് എന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ പറഞ്ഞില്ല. ഇനി കാര്യത്തിലേക്ക് വന്നാൽ നമുക്ക് യുക്രൈൻ എവിടെ വരെ ആവും? നമ്മൾ തന്നെയാണ് ഉക്രൈൻ യുദ്ധം തുടങ്ങി വെച്ചതെന്ന് എപ്പോഴും ഇവിടെ പ്രേക്ഷകർ പറയാറുണ്ട്. പക്ഷെ ഉക്രൈൻ യുദ്ധത്തിൽ നമുക്ക് യാതൊരു പങ്കുമില്ല. ഉക്രൈൻ യുദ്ധം തുടങ്ങുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം തുടങ്ങി. 3 വർഷത്തിലേറെയായിട്ട് ഫെബ്രുവരി 24-ന് 3 വർഷം തികഞ്ഞു. ഇനിയിപ്പോൾ 3 വർഷവും 1 മാസവുമാവുന്നു. എന്തായാലും യുദ്ധം തീരാനുള്ള സാധ്യത തെളിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം യുദ്ധം ചെയ്ത് ഒരു തരത്തിൽ മടുത്തു. ട്രംപിന് ഒരു ഗോൾഡൻ ചാൻസാണ് കിട്ടിയത്. എങ്ങനെ യുദ്ധം നിർത്തുമെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളുമ്പോഴാണ് പെട്ടെന്ന് കയറി ഡൊണാൾഡ് ട്രംപ് 2 പക്ഷത്തോടും സംസാരിക്കുന്നു, വിരട്ടുന്നു പല രീതിയിൽ. പ്രത്യേകിച്ച് ഉക്രൈനെയാണ് ആദ്യം വിരട്ടിയത്. അത് റഷ്യക്കുള്ള ഒരു ഇതായിരുന്നു. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിന് മതിരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ്. കാരണം ട്രംപിനെ പിണക്കാൻ വയ്യ. കാരണം ട്രംപ് ഈ പുടിന് വേണ്ടിയല്ലേ വാദിക്കുന്നത്. അപ്പോൾ ഈ ട്രംപിൻ്റെ സ്നേഹപ്രകടനം കണ്ടിട്ട് പുടിൻ എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. മറുപക്ഷത്തെ യുക്രൈൻ പ്രസിഡന്റ് അല്പം ഒന്ന് കലഹിക്കാൻ ശ്രമിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തുകയും അന്ത്യശാസനം നൽകുകയും ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കുകയും ഇൻ്റലിജൻസ് വിവരങ്ങൾ ഷെയർ ചെയ്യുന്നത് നിർത്തുകയൊക്കെ ചെയ്തിരുന്നു. അതൊരു ബ്ലാക്ക് മെയിൽ ടാക്ടിക്സ് കൂടിയായിരുന്നു. എന്തായാലും ആദ്യം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഇപ്പോൾ പുടിനെ കൊണ്ട് ഏതാണ്ട് സമ്മതിപ്പിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. പുടിൻ പറഞ്ഞു, ഞങ്ങൾ 1 മാസത്തെ വെടിനിർത്തലിന് തയ്യാറാണ്, പക്ഷേ കണ്ടീഷൻസ് ഉണ്ട്, ഇന്ന നിബന്ധനകൾ. അതിൽ നിബന്ധനകളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, റഷ്യയുടെ 1300 സ്ക്വയർ കിലോമീറ്റർ ഉക്രൈൻ കർസ്ക് മേഖലയിൽ പിടിച്ചടക്കിയിരുന്നു. ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ അതിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട നഗരം സുറ്റ്സ അടക്കമുള്ള നഗരങ്ങൾ പുടിൻ തിരിച്ചുപിടിച്ചു, റഷ്യ തിരിച്ചുപിടിച്ചു. ഇനി 200 സ്ക്വയർ കിലോമീറ്റർ റഷ്യൻ പ്രദേശം കൂടിയാണ് ഉക്രൈൻ്റെ കൈവശമുള്ളത്. അപ്പോൾ ഇത് സെറ്റിൽമെൻ്റ് ആവുന്നതിന് മുമ്പ് റഷ്യയുടെ പ്രദേശങ്ങൾ മുഴുവൻ തിരിച്ചുപിടിക്കുക, ഉക്രൈൻ്റെ 20% പ്രദേശങ്ങൾ പുടിൻ്റെയും റഷ്യൻ ഭരണകൂടത്തിൻ്റെയും കൈവശമായിട്ടുണ്ട്. റഷ്യൻ സേന അവിടെ കാവൽ നിൽക്കുകയാണ്. ആ പ്രദേശങ്ങൾ മുഴുവൻ റഷ്യയോട് ചേർക്കുക എന്നുള്ള നിബന്ധനയായിരിക്കും വയ്ക്കുന്നത്. അത് ഉക്രൈന് സമ്മതിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ ട്രംപ് അവിടെ എന്താ പറയുക, കണ്ണുരുട്ടി കാണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏത് സമയവും ഇത് തീരാം, മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം അമേരിക്കയുടെ ആയുധമില്ലാതെ യുദ്ധം ചെയ്യാൻ പറ്റില്ല. സെലൻസ്കിക്ക് യൂറോപ്യൻ രാജ്യങ്ങളുടെ ആയുധങ്ങൾ പോരാ. പുടിനാണെങ്കിൽ വലിയ ആവേശത്തോടെ പ്രദേശങ്ങൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് തന്നെ പറഞ്ഞു, പുടിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടി അത് ഉപയോഗിക്കും, അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പുടിന് ഈ പ്രദേശങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനുള്ളൊരു സമയം ഏതാണ്ട് ട്രംപ് കൊടുത്തിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ചർച്ചകളുണ്ട്. എന്തായാലും പുടിൻ ഇക്കാര്യം അവരുടെ പ്രതിനിധി, അമേരിക്കയുടെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുടിൻ്റേത് കുറച്ചുകൂടി കർക്കശമാണ്. അതിനെതിരെ ഇനി പറഞ്ഞു കേട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമൊക്കെ ട്രംപ് പറയുന്നുണ്ട്. എന്തായാലും പുടിൻ ഒരു കാര്യം ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്ന SKN അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് നേരിട്ടുള്ള ചർച്ചയ്ക്ക് താൻ തയ്യാറാണ്. ആ തരത്തിൽ ചർച്ച നടന്നാൽ ഒരുപക്ഷേ ഈ ദിവസങ്ങളിൽ തന്നെ ഉക്രൈൻ യുദ്ധത്തിന് ആദ്യമായിട്ടൊരു വെടിനിർത്തൽ എന്നുള്ള തരത്തിൽ 1 മാസത്തെ വെടിനിർത്തൽ ഉണ്ടാവും. അത് തന്നെ വലിയ ആശ്വാസകരമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത്. വ്ളാഡിമിർ സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളവും ഇത് അനിവാര്യമാണ്. പക്ഷേ പ്രദേശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് എങ്ങനെ ഒരു വെടിനിർത്തൽ ചർച്ച നടത്തും? അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളെ കൂടി ചർച്ചയിൽ പങ്കെടുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ട്രംപ്. ഇതുവരെ അക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ SKN കാര്യങ്ങൾ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമായി, യുക്രൈൻ യുദ്ധം ഇനി അധികം നീണ്ടുപോവില്ല. അത് അടുത്ത 1 മാസത്തിനുള്ളിലോ 2 മാസത്തിനുള്ളിലോ അതിനൊരു തീരുമാനമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. SKN.